വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ബോയ് ഫോർ റെന്റ് എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇന്ന് രാത്രി എന്നെ കൂടി നിന്റെ മുറിയിൽ കിടത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ചോദ്യത്തിന്റെ ഗൗരവം സ്മൈലിന് മനസ്സിലായത്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നാണ്. ചോദിച്ചപ്പോൾ തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് അവൾ രക്ഷപ്പെടുന്നു. ആ സമയം കൈറോയ്ക്ക് ഒരു കോൾ വരുന്നതിനാൽ സ്മൈലിനോട് അവിടെ കിടന്നോളാൻ പറഞ്ഞിട്ട് അവൻ പോകുന്നു. ഞാൻ എന്തൊരു മണ്ടത്തരമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് സ്മൈൽ സ്വന്തം മുഖത്ത് അടിക്കുന്നുണ്ട്. ലിസ് ആയിരുന്നു കൈറോയെ ഫോൺ വിളിച്ചത്. അവൾ പറഞ്ഞെടുത്തെത്തിയപ്പോൾ വണ്ടിയിൽ കയറിയ ശേഷം മദ്യം കഴിക്കാൻ പറ്റിയ ഏതെങ്കിലും നൈറ്റ് ക്ലബിലേക്ക് കൊണ്ടുപോകാൻ അവൾ ആവശ്യപ്പെടുന്നു. അവിടെ നിന്ന് ലിസ് ശരിക്കും മദ്യപിക്കുന്നുണ്ട്. ഫിറ്റായപ്പോൾ ലിസ് എഴുന്നേറ്റ് പോയി ഡാൻസ് കളിക്കുന്നു. 2 മണിയായപ്പോൾ ക്ലബ് അടച്ചതിനാൽ കൈറോ അവളെ പുറത്ത് താങ്ങിയെടുത്ത് വെളിയിൽ കൊണ്ടുവരുന്നു. റൂമിൽ കൊണ്ടാക്കാമെന്ന് അവൻ പറഞ്ഞെങ്കിലും റൂമിലേക്ക് പോകണ്ട, വേറെ ക്ലബിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കുന്നു. അവസാനം കൈറോ അവളെ സ്വന്തം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ ബിയർ മാത്രമേ ഇരിപ്പുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ബിയർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണല്ലേ നിന്റെ താമസ സ്ഥലം, ഇവിടെ നീ എത്ര പെൺപിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ലിസ് കളിയാക്കിയപ്പോൾ ഞാൻ ആദ്യമായാണ് ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നവൻ പറയുന്നു. അവൾക്ക് പക്ഷെ അതത്ര വിശ്വാസം വന്നിട്ടില്ല. അവളുടെ വിഷമം കണ്ട് നിന്റെ ബോയ് ഫ്രണ്ട് വന്നില്ല എന്നവൻ ചോദിക്കുന്നു. നീ തന്നെ ജയിച്ചിരിക്കുന്നു, അവനെ കാത്തിരിക്കുന്ന ഞാൻ വെറും ഒരു വണ്ടിയാണെന്ന് പറഞ്ഞ് ലിസ് ബാഡ്സ് മുറിയിൽ വന്നതും അവന്റെ ഒപ്പം തിരികെ അവന്റെ മുറിയിലേക്ക് പോയതുമെല്ലാം പറയുന്നു. അവിടെ ബാഡ്സ് അവൾ ബാത്റൂമിൽ നിന്ന സമയം മുറിക്കുള്ളിൽ സ്മൈലിനെ തിരിഞ്ഞത് ലിസ് കണ്ടിരുന്നു. അതാണ് അവളുടെ ഈ വിഷമത്തിനെല്ലാം കാരണം. എൻ്റെ കൂടെ ഇരിക്കുമ്പോഴും അവന്റെ മനസ്സിൽ മറ്റാരോ ആണ്. ദേഷ്യം കാരണം എനിക്കുടൻ തന്നെ അവനോട് ബ്രേക്കപ്പ് ആകണമെന്നുണ്ടായിരുന്നു. പക്ഷെ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കാമെന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്നല്ല ലിസ് കരഞ്ഞുകൊണ്ട് അവനോട് പറയുന്നു. കൈറോ അവളെ ആശ്വസിപ്പിക്കാനെന്നോണം അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്ന് അവളെ കിസ് ചെയ്യുന്നു. സ്മൈലിനെ ആദ്യം ചെയ്ത പോലെ ടെസ്റ്റ് ചെയ്യാനെന്നോണം ഒരു കിസ് ചെയ്ത ശേഷം ലിസിന് എതിർപ്പൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവളെ സോഫയിലേക്ക് മറിച്ചിട്ട് വീണ്ടും കിസ് ചെയ്തുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺസ് ഊരാൻ തുടങ്ങുന്നു. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. കൈറോയുടെ ബെഡിൽ കിടന്നുറങ്ങിയാണ് ലിസ്. ഉണർന്നപ്പോൾ അവൾക്ക് ഭയങ്കരമായി തലവേദനിക്കുന്നുണ്ട്. തൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ട് തലേന്ന് രാത്രി എന്താണ് കാണിച്ചതെന്ന് ഓർത്ത് അവൾ തലയിൽ കൈവയ്ക്കുന്നു. അപ്പോഴേക്കും കൈറോ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റുമായി അവിടേക്ക് വരുന്നു. ഞാൻ എന്താണ് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി നടന്നതൊന്നും നിനക്ക് ഓർമ്മയില്ലെന്ന് ചോദിച്ച് അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. ലിസ് പക്ഷേ അവൻ്റെ പിടിയിൽ നിന്നും കുതറി മാറി വേഗം ബാഗ് സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഓടുന്നു. രാവിലെ മുറിയിലെത്തിയ സ്മൈൽ വാതിൽ തുറന്ന് അകത്ത് കയറി ഉന്നിപ്പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം വാതിൽ അടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ബാഡ്സ് വാതിൽ തള്ളി തുറന്ന് അവിടേക്ക് വന്നത്. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? രാത്രി മുഴുവൻ ഞാൻ നിന്നെ തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഒരു മെസ്സേജ് എങ്കിലും അയച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ച് അവൻ അവളെ വഴക്ക് പറയുന്നു. എൻ്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫായി പോയി. ഞാൻ ക്ലബിൽ കിടന്നാണ് ഉറങ്ങിയത്. നിന്റെ ബാത്റൂമിൽ സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ഞാൻ കാരണം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് കരുതി ഞാൻ മാറിയതാണെന്ന് അവൾ പറയുന്നു. ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു എന്നും അവൾ ചോദിക്കുന്നുണ്ട്. ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ച കാര്യം ബാഡ്സ് പറഞ്ഞപ്പോൾ ഞാൻ കാരണമാണോ എന്ന് സ്മൈൽ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. നീ കാരണമൊന്നുമല്ല, കുറേ നാളായി എൻ്റെ ഭാഗത്തു നിന്ന് പല വീഴ്ചകളും ഉണ്ടാകുന്നുണ്ട്. സാരമില്ല, എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോളും എന്നവൻ പറയുന്നു. ക്ലബിൽ രാത്രി കൈറോ വന്നിരുന്നു എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ നിനക്ക് അവനെ പോകാതെ അവിടെ പിടിച്ചു നിർത്തിക്കൂടായിരുന്നു എന്ന് ബാഡ്സ് ചോദിക്കുന്നു. അവനെ കണ്ടു കഴിയുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കൊരു ഐഡിയയും ഇല്ല എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ബാഡ്സ് അവളെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് ദയവായി പോകരുത്, ഇന്ന് രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറയേണ്ടിയിരുന്നത് എന്ന് പറയുന്നു. സ്മൈൽ അവൻ്റെ പിടിയിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, പറഞ്ഞു തന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. നിന്റെ അടുത്ത് പറഞ്ഞു തരുന്നത് കൊണ്ട് മാത്രം പ്രയോജനമില്ല, നീ അത്രയ്ക്ക് പൊട്ടിയാണെന്ന് അവൻ അവളുടെ നെറ്റിക്ക് ഒരു തട്ട് കൊടുത്തിട്ട് പറയുന്നു. പിന്നെ നിന്റെ മുടിക്ക് നല്ല വാടയുണ്ട് എന്ന് പറഞ്ഞവൻ മുടിയിൽ പിടിച്ചിട്ട് കൈ മണപ്പിച്ച് കാണിക്കുന്നു. എനിക്കറിയാം, ഞാൻ ഫ്രഷ് ആക്കാൻ പോവുകയായിരുന്നു, നീ പോയിക്കോ, ആ ഡോറും കൂടി അടച്ചേക്കണം എന്ന് പറഞ്ഞ് സ്മൈൽ അവനെ പുറത്തേക്ക് തള്ളിവിടുന്നു. അവൾ മുടി മണപ്പിച്ച് നോക്കുന്നുണ്ട്. അവൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ബാഡ്സ് ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന കണ്ട് ഞെട്ടുന്നു. അവൾ ബഹളം വെച്ച് അവനോട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞെങ്കിലും അനക്കമൊന്നുമില്ലാത്തതിനാൽ ഭയങ്കര ഉറക്കമാണെന്ന് മനസ്സിലാവുന്നു. അലമാരയിൽ നിന്ന് ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ പോയി ഡ്രസ്സ് ചെയ്ത ശേഷം അവൾ ഓടി വന്ന് അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. ഉന്നി ഇപ്പോൾ വരും, നീ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? നിന്റെ റൂമിലേക്ക് പോയെന്ന് പറഞ്ഞ് കുറേ വിളിച്ചെങ്കിലും ബാഡ്സ് ഒന്നും തിരിഞ്ഞു കിടന്നല്ലാതെ ഉണരുന്നില്ല. ഇവൻ ഭയങ്കര ഉറക്കമാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഉന്നി എപ്പോൾ വരുമെന്നൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് സ്മൈൽ ഫോൺ എടുത്തപ്പോഴാണ് ക്ലബ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വരാൻ ലേറ്റാകും എന്ന ഉന്നിയുടെ മെസ്സേജ് അവൾ കണ്ടത്. സ്മൈലിന് സമാധാനമാകുന്നുണ്ട്. പിന്നെ അവൾ അവനെ ഉണർത്താൻ നിൽക്കാതെ ഒരു തലയണയും ഷീറ്റും എടുത്ത് നിലത്ത് കിടന്നുറങ്ങുന്നു. ബാഡ്സിന്റെ കാര്യവും തലേന്ന് രാത്രി സംഭവിച്ചതുമെല്ലാം ആലോചിച്ച് ലിസാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ടാം അവൾക്കരികിലേക്ക് വന്നത്. ബാഡ്സിന്റെ മുറിയിൽ കണ്ടതും ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചതുമെല്ലാം അവൾ ടാമിനെ അറിയിക്കുന്നു. അവൻ നിന്നെ ചീറ്റ് ചെയ്യുകയാണ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ, ഇപ്പോഴെങ്കിലും വിശ്വാസമായോ എന്ന് ടാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിന്റെ കോളേജിന് മുന്നിലുണ്ട്, ഒന്ന് ഇറങ്ങി വരാമോ എന്ന് ചോദിച്ച് കൈറോയുടെ മെസ്സേജ് അവൾക്ക് വന്നത്. ബാഡ്സാണ് മെസ്സേജ് അയക്കുന്നത്. അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ടാം ഫോൺ പിടിച്ച് വാങ്ങാൻ തുടങ്ങിയപ്പോൾ അവനല്ല, ഇത് വേറൊരാളാണ്, നീ ക്ലാസ്സിലേക്ക് പോയിക്കോ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് ടാമിനോട് പറഞ്ഞിട്ട് ലിസ് കൈറോ പറഞ്ഞിടത്തേക്ക് പോകുന്നു. നീ എന്തിനാണ് എൻ്റെ പുറകിൽ നടന്ന് ശല്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചവൾ ചൂടായപ്പോൾ നിന്റെ ഡ്രസ്സ് തിരികെ തരാൻ വന്നതാണ്, നീ ഇതെടുക്കാതെയല്ലേ വന്നത് എന്ന് ചോദിച്ചവൻ ഡ്രസ്സ് അവൾക്ക് നൽകുന്നു. ലിസ് അത് വാങ്ങി താങ്ക്സ് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാണോ? ഇന്നലത്തെ കാര്യം കൊണ്ടുള്ള നാണം കൊണ്ടാണോ എന്ന് ചോദിച്ച് കൈറോ അവളെ കളിയാക്കുന്നു. അവൾ ദേഷ്യപ്പെട്ടപ്പോൾ തലേന്ന് രാത്രിയിൽ നടന്ന എന്താണ് എന്നവൻ പറയുന്നു. കൈറോ കിസ് ചെയ്ത പുറകിന് ലിസ് അവനെ തള്ളി മാറ്റി നല്ല ഒന്നര വാള് വെക്കുന്നുണ്ട്.
പാവം കയറോ അതെല്ലാം തൂത്തുടച്ച് വൃത്തിയാക്കി അവളുടെ ഡ്രസ്സും ചേഞ്ച് ചെയ്യിപ്പിച്ച് അതും അലക്കി ഇടുന്നു. അതാണ് ശരിക്കും നടന്നത്. കാര്യം പറഞ്ഞപ്പോൾ ലിസിന് ശ്വാസം നേരെ വീഴുന്നു. പക്ഷേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിച്ചപ്പോൾ നീ എല്ലാം കണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ വീണ്ടും ടെൻഷനാകുന്നു. ഞാൻ അത്രയൊക്കെ ചെയ്തതല്ലേ, തിരിച്ചെനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ, പിന്നെ പറയാനും വേണ്ടി മാത്രമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൻ കളിയാക്കുന്നു. ലിസാകെ ചമ്മിയെങ്കിലും മസിൽ പിടിച്ച് പേഴ്സിൽ നിന്ന് കുറച്ച് പണമെടുത്ത് അവന് നീട്ടുന്നു. പക്ഷെ കൈറോ അത് വാങ്ങുന്നില്ല. അവൾ നിർബന്ധിച്ച് അത് അവൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഇന്നലെ രാത്രിയുടെ കാര്യം ഇനി മേലിൽ പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. കൈറോ പക്ഷെ അവളെ തടഞ്ഞിട്ട് അതിന് സംസാരിക്കില്ല. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിക്കുന്നു. അതിന് ഞാൻ നിന്നെ റെൻറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് ലിസ് പറഞ്ഞപ്പോൾ അതെന്താ നീ നിന്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയല്ലേ, പിന്നെ റെൻറ്റ് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം എന്നവൻ ചോദിക്കുന്നു. അതിന് ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടൊന്നുമില്ലല്ലോ, എനിക്കിപ്പോഴും അവന് വിശ്വാസമാണ്, സമയമാകുമ്പോൾ ഞങ്ങൾ പഴയതുപോലെ ആകുമെന്ന് പറഞ്ഞ് ലിസ് മുന്നോട്ട് നടക്കുന്നു. പക്ഷേ കൈറോ വിടാൻ തയ്യാറല്ലാതെ വീണ്ടും അവളുടെ മുന്നിൽ കയറി നിന്നിട്ട് നീ ബെറ്റ് വെക്കുന്നോ, ഇനിയുള്ള ദിവസം നിനക്കെന്നെ ഫ്രീ ആയി റെൻറ്റ് ചെയ്യാം, 10 ദിവസത്തിനുള്ളിൽ നിന്റെ ബോയ് ഫ്രണ്ട് തിരികെ വന്നാൽ നീ എനിക്ക് കാശൊന്നും തരണ്ടെന്ന് അവൻ പറയുന്നു. പക്ഷേ എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ് ലിസ് അവിടെ നിന്ന് പോകുന്നു. വേണമെങ്കിൽ 11 ദിവസം തരാം എന്നൊക്കെ പറഞ്ഞ് കയറോ വിടാതെ പുറകെ ചെല്ലുന്നുണ്ട്. തറയിൽ കിടന്നുറങ്ങിയ സ്മൈൽ ഇടയ്ക്ക് തിരിഞ്ഞു കിടന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ബാഡ്സ് അടുത്ത് കിടക്കുന്നത് കണ്ട് ഞെട്ടുന്നു. അവളുടെ ബഹളം കേട്ട് അവൻ കണ്ണു തുറന്നപ്പോൾ നീ എന്തിനാണ് ഇവിടെ കിടന്നത് എന്ന് ചോദിക്കുന്നു. നിന്റെ ബെഡ് തട്ടിയെടുത്തിട്ട് നിന്നെ തറയിൽ കിടത്തിയല്ലോ എന്നോർത്ത് എനിക്ക് വിഷമം തോന്നി, അതുകൊണ്ട് ഞാനും തറയിൽ ഇറങ്ങി കിടന്നതാണ്. ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങിയതിന് സോറി എന്നെല്ലാം ബാഡ്സ് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സ്മൈൽ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ അവളെ തിരികെ പിടിച്ച് കിടത്തിയിട്ട് കൈറോയെ പ്രണയത്തിൽ വീഴ്ത്താനുള്ള അടുത്ത ലെസൺ ഇപ്പോൾ പഠിപ്പിക്കാം, അവനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ നീ എന്തായിരിക്കും ചെയ്യുക എന്നവൻ ചോദിക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് കിട്ടാൻ സാധ്യമില്ല എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്, നീ എന്തായിരിക്കും ചെയ്യുക എന്ന് പറയാൻ അവൻ പറയുന്നു. സ്മൈൽ ഒന്ന് ചിന്തിച്ചിട്ട് കിസ് ചെയ്താലോ, അല്ലെങ്കിൽ വേണ്ട അത് കൂടുതലാണ്, നെറ്റിൽ കിസ് ചെയ്യാം എന്ന് പറയുന്നു. അതും കിസ്സായി തന്നെയാണ് പരിഗണിക്കുന്നത്. ആദ്യം മോനെ ഹഗ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഞാൻ കൈറോ ആണെന്ന് കരുതി എന്നെ ഒന്ന് ഹഗ് ചെയ്ത് എൻ്റെ ഹെഡ് ബീറ്റ് കൂട്ടാൻ ശ്രമിക്കാൻ അവൻ പറയുന്നു. സ്മൈൽ മടിച്ചപ്പോൾ നിനക്ക് അവനെ വേണമെന്നുണ്ടെങ്കിൽ മടിക്കാതെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ബാഡ്സ് റെഡിയായി നേരെ കിടക്കുന്നു. സ്മൈൽ മടിച്ച് അവൻ്റെ ദേഹത്ത് കൈവച്ച് പതുക്കെ വിരലോടിച്ച് നെറ്റിൽ തൊടുന്നു. അത്ര നേരം കണ്ണടച്ച് കിടക്കാതെ ബാഡ്സ് കണ്ണു തുറന്ന് സ്മൈലിനെ നോക്കുന്നുണ്ട്. ട്രെയിനിങ് ആണെന്നൊക്കെ മറന്നാണോ എന്തോ ബാഡ്സ് അറിയാതെ മുന്നോട്ട് വന്ന് സ്മൈലിനെ കിസ് ചെയ്ത് പോകുന്നുണ്ട്. പെട്ടെന്ന് സ്മൈലിൻ്റെ ഫോൺ ബെല്ലടിച്ചതിനാൽ രണ്ടുപേരും ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേൽക്കുന്നു. ഉണ്ണിയാണ് വിളിച്ചത്, ക്ലബ് മീറ്റിംഗ് ക്യാൻസലായി, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതാണ്. റൂമിൻ്റെ കീ നോക്കിയിട്ട് കാണുന്നില്ല, ഞാൻ വാതിലിനടുത്ത് എത്താറായി, നീ റൂമിലുണ്ടോ, വാതിൽ തുറക്കാൻ പറഞ്ഞവൾ ഫോൺ വയ്ക്കുന്നു. അപ്പോഴേക്കും വാതിൽ മുട്ടും കേൾക്കുന്നു. അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് സ്മൈലാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാകുന്നു. ഉണ്ണിയോട് ഞാൻ സത്യമെല്ലാം തുറന്നു പറയാമെന്ന് ബാഡ്സ് പറഞ്ഞെങ്കിലും സ്മൈൽ അത് സമ്മതിക്കുന്നില്ല. പെട്ടെന്നൊരു ഐഡിയ തോന്നി അവൾ ബാഡ്സിനോട് കട്ടിൽ കയറി ഉറങ്ങുന്നത് പോലെ കിടക്കാൻ പറയുന്നു. എന്താണ് ഐഡിയ എന്ന് അവൻ ചോദിച്ചിട്ട് അതൊന്നും പറയാനിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ച് കട്ടിലിൽ കിടത്തിയിട്ട് താഴെ കിടന്ന ഷീറ്റും തലയണമെല്ലാം വാരി അവൻ്റെ ദേഹത്തേക്ക് ഇട്ടിട്ട് ഉറങ്ങിയതുപോലെ കിടക്കാൻ പറഞ്ഞ് വാതിൽ തുറക്കാൻ ഓടുന്നു. നീ എന്താ തുറക്കാൻ ഇത്രയും താമസിച്ചതെന്ന് വാതിൽ തുറന്നപ്പോഴേ ഉണ്ണി ചോദിക്കുന്നു. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ബാഡ്സ് ഇവിടെ ഉണ്ടെന്ന് സ്മൈൽ പറയുന്നു. ബാഡ്സ് എന്ന് ചോദിച്ച് ഉണ്ണി അകത്തേക്ക് ഓടുന്നു. ബാഡ്സിനെ കണ്ട് ഇത് ശരിക്കും ബാഡ്സ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടിയെങ്കിലും അടുത്ത നിമിഷം അവനെന്താ ഇവിടെ കിടന്നുറങ്ങുന്നതെന്ന് അവൾ ചോദിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ വന്നപ്പോൾ അവൻ ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു, ഉറക്കം തൂങ്ങി വന്ന് മുറിയെങ്ങാനും മാറിപ്പോയതായിരിക്കും, ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ സ്മൈൽ ഒറ്റ ശാസ്ത്രത്തിൽ പറയുകയാണ്. ബാഡ്സ് ഇടയ്ക്ക് കണ്ണു തുറന്ന് അവരെ നോക്കുന്നുണ്ട്. ഉണ്ണി പക്ഷേ ഇടയ്ക്ക് കയറി നീ കള്ളം പറയുകയാണ്, ഈ ഹോസ്റ്റലിൽ എത്രയോ റൂമുണ്ട്, വേറൊരു മുറിയിലും കയറാതെ അവൻ കൃത്യമായി ഇവിടെ എങ്ങനെ എത്തി എന്നവൾ ചോദിക്കുന്നു. എല്ലാ കള്ളവും ഇന്നത്തോടെ പുറത്താക്കുമെന്ന മട്ടിൽ സ്മൈൽ നിന്നപ്പോഴാണ് ഇത് വിധിയാണ്, അവൻ എന്നോട് ഇഷ്ടം പറയാൻ വന്നതാണ്, ഞാൻ അവനെ കിസ് ചെയ്ത് ഉണർത്താമെന്ന് പറഞ്ഞ് ഉണ്ണി സ്റ്റൈലിൽ ബാഡ്സിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൾ അടുത്തെത്തിയപ്പോഴേക്കും ബാഡ്സ് അവളെ തള്ളി മാറ്റി ചാടി നിന്നിട്ട് ഞാൻ സത്യം പറയാമെന്ന് പറയുന്നു. സ്മൈൽ അമ്പരപ്പോടെ അവനെ വിളിച്ചെങ്കിലും അവനത് കാര്യമാക്കാതെ എനിക്ക് റൂം തെറ്റിയതൊന്നുമല്ല, ഞാൻ ഉണ്ണിയെ കാണാൻ തന്നെ വന്നതാണ് എന്ന് ബാഡ്സ് പറയുന്നു. ഉണ്ണി സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നുണ്ട്. ബാഡ്സ് വലിയ റൊമാൻറ്റിക്കായി ഉണ്ണിയുടെ കയ്യിൽ പിടിച്ച് നീ എൻ്റെ പുറകിന് വട്ടം ചുറ്റുന്നത് ഞാൻ അറിയുന്നുണ്ട്, കുറേ ദിവസമായി ഞാനിത് പറയണമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് ഉണ്ണിയുടെ അടുത്തേക്ക് മുഖമടുപ്പിക്കുന്നു. ഉണ്ണി വലിയ പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ബാഡ്സ് ദേഷ്യപ്പെട്ട് ഇനി മേലിൽ എൻ്റെ പുറകിന് വന്നേക്കരുത്, എന്തൊരു ശല്യമാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞത്. ഉണ്ണി കാറ്റുമായ ബലൂൺ പോലെ താഴേക്ക് വീഴുന്നു. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബാഡ്സ് പുറത്തേക്ക് പോകുന്നു. എന്നെ റെൻറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ച് കൈറോ ലിസിൻ്റെ പുറകിൽ വിടാതെ പിടികൂടിയിരിക്കുകയാണ്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടി അവർക്കരികിലേക്ക് വരുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചതിൽ നിന്ന് അത് ലിസിൻ്റെ സിസ്റ്റർ റണ്ണാണ് എന്ന് മനസ്സിലാക്കാം. നീ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് കാലമായല്ലോ, അടുത്ത ആഴ്ച മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് വരുന്ന കാര്യം മറക്കണ്ട, പിന്നെ നിന്റെ തിരക്കിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാമെന്ന് കയറയെ നോക്കി അർത്ഥം വെച്ച് പറഞ്ഞിട്ട് അവൾ പോകുന്നു. നിന്റെ സിസ്റ്ററാണോ, നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ലെന്ന് തോന്നല്ലോ എന്ന് കയറോ ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ബന്ധമല്ല, അവളിപ്പോൾ എന്നെ കെയർ ചെയ്ത് സംസാരിച്ചതൊന്നുമല്ല, മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് ചെല്ലാൻ പറഞ്ഞത് അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറയുന്നത് കേട്ട് രസിക്കാനാണ് എന്നെല്ലാം ലിസ് പറയുന്നു. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ കുറേ സമയം കൂടി നിന്റെ കൂടെ നിൽക്കാൻ സമ്മതിക്കണം, ഇന്ന് നിന്നെക്കൊണ്ട് റെൻറ്റ് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല എന്ന് കൈറോ പറയുന്നു. നീ എന്തെങ്കിലും ചെയ്യുക, എന്തായാലും ഞാൻ പറയുന്നു നീ കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞ് ലിസ് മുന്നോട്ട് നടക്കുന്നു. കൈറോ അവളുടെ കൂടെ ചെല്ലുന്നുണ്ട്. അവൾ നൈറ്റ് ക്ലബ്ബിലേക്ക് പോകുന്ന കണ്ട് നിനക്ക് എന്നും കുടിച്ച് ബോധം കെട്ട് കിടക്കണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നു. ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞ് മ്യൂസിക് ബാൻഡിൻ്റെ കാര്യം അവൾ പറയുന്നു.
അവൾ സിംഗറാണ് എന്നറിഞ്ഞപ്പോൾ അവന് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവുന്നുണ്ട്. ലിസിന്റെ പുറകെ മേക്കപ്പ് റൂമിലേക്ക് അവനും കയറി ചെല്ലുന്നു. ഇവിടെ വെച്ച് എന്നോട് മിണ്ടാൻ വന്നേക്കരുത്, എവിടെയെങ്കിലും മാറി ഇരുന്നോളണം എന്ന് പറഞ്ഞിട്ട് ലിസ് മേക്കപ്പ് ചെയ്യാനായി പോയിരിക്കുന്നു. അവൾ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കൈറോ ഇടിച്ചു കയറി അവൾക്ക് അരികിലേക്ക് ചെല്ലുന്നതിനാൽ അവൻ്റെ കൈതട്ടി ലിപ്സ്റ്റിക് താടിയിൽ പറ്റുന്നുണ്ട്. അവനത് തുടച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലിസിന്റെ ഫ്രണ്ട്സ് അകത്തേക്ക് കയറി വന്നത്. പുറകിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ ഇരിപ്പ് കണ്ടാൽ കിസ് ചെയ്യുകയാണെന്ന് തോന്നുന്നതിനാൽ ഞങ്ങൾ ശല്യപ്പെടുത്തിയെന്ന് ചോദിച്ച് അവർ തിരികെ ഇറങ്ങി പോകാൻ തുടങ്ങുന്നു. ബാഡ്സ് വന്ന് പറഞ്ഞിട്ട് പോയതിന്റെ വിഷമം തീർക്കാൻ സ്മൈലിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ എത്തിയിരിക്കുകയാണ് ഉന്നി. ബിയറും കഴിക്കുന്നുണ്ട്. അവൾ ബാഡ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കൈറോ പ്ലാനിന്റെ ബാക്കി ചർച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനെന്ന് പറഞ്ഞ് ബാഡ്സിന്റെ മെസ്സേജ് അവൾക്ക് വന്നത്. പക്ഷെ ഉന്നിയെ തനിച്ചാക്കി ആ സമയത്ത് പോകാൻ പറ്റാത്തതിനാൽ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാമെന്ന് അവൾ റിപ്ലൈ കൊടുക്കുന്നു. ഫ്രണ്ട്സ് തെറ്റിദ്ധരിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നത് കണ്ട് ലിസ് അവരെ തിരികെ വിളിച്ചിട്ട് ലിപ്സ്റ്റിക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് തുടച്ചതെന്നാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയുന്നു. അവർ തിരികെ വന്നപ്പോൾ കൈറോ സ്വയം പരിചയപ്പെടുന്നു. ലിസിൻ്റെ ഒരു ഫ്രണ്ട് കൈറോയുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്ഥിരം വ്യൂവർ ആയിരുന്നു. ഞാൻ വലിയൊരു ഫാനാണ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് അവൾ അവൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നു. കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫോട്ടോ പ്രിൻ്ററും അവളുടെ കൈവശമുണ്ടായിരുന്നു. അവൾ ഉടൻ തന്നെ അതിൽ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് അവൻ്റെ ഓട്ടോഗ്രാഫും വാങ്ങുന്നുണ്ട്. ലിസും സംഘവും റെഡിയായി പ്രാക്ടീസ് തുടങ്ങിയപ്പോഴാണ് കൂട്ടത്തിലൊരു മെയിൽ സിംഗറിന് വരാൻ കഴിയില്ല എന്നറിയുന്നത്. മുമ്പ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പകരക്കാരനായി വന്നിരുന്നത് ബാഡ്സ് ആയതിനാൽ ബാഡ്സിന് വരാൻ പറ്റുമോ എന്ന് വിളിച്ചു ചോദിക്കാൻ ഫ്രണ്ട്സ് ലിസിനെ നിർബന്ധിക്കുന്നു. മടിച്ചാണെങ്കിലും ലിസ് അവനെ ഫോൺ ചെയ്ത് വിവരം പറയുന്നു. പക്ഷേ സ്മൈലിനോട് വെയിറ്റ് ചെയ്യാമെന്ന് ഏറ്റിരുന്നത് കൊണ്ട് ഇപ്പോൾ വരാൻ കഴിയില്ല എന്ന് അവൻ പറയുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലിസ് ഫോൺ വെച്ച് തിരികെ എത്തിയപ്പോഴേക്കും കൈറോ അവർക്കൊപ്പം പ്രാക്ടീസ് തുടങ്ങിയിരുന്നു. അവൻ വളരെ നന്നായി ഗിത്താർ വായിക്കുന്ന കണ്ട് ലിസ് നോക്കി നിന്ന് പോകുന്നുണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴാണ് ലിസിനെ അവർ കണ്ടത്. ബാഡ്സ് എന്ത് പറഞ്ഞു, അവൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കൈറോയ്ക്ക് നന്നായി വായിക്കാൻ അറിയാം എന്ന് ഫ്രണ്ട്സ് അവളോട് പറയുന്നു. ഉന്നിയെ കുടിപ്പിച്ചൊരു വഴിക്കാക്കിയ ശേഷമാണ് സ്മൈൽ ബാഡ്സിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞത്. ഗിത്താർ പഠിക്കാനെന്നോണം കൈറോയെ മ്യൂസിക് ക്ലബ്ബിലേക്ക് വിളിച്ചു വരുത്തണം, എന്നിട്ട് ഞാൻ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് രാത്രി ഒരുമിച്ച് കഴിയാമല്ലോ എന്ന തൻ്റെ പ്ലാൻ ബാഡ്സ് സ്മൈലിനോട് വിശദീകരിക്കുന്നു. പക്ഷെ ഞാൻ അത്രയ്ക്കൊന്നും തയ്യാറായിട്ടില്ല, നമുക്ക് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെ എന്ന് സ്മൈൽ ചോദിക്കുന്നു. നീ ആകെ 10 ദിവസത്തേക്കാണ് എന്നെ റെൻ്റ് എടുത്തിരിക്കുന്നത്, നിന്റെ സ്വഭാവം വെച്ച് 10 അല്ല നിനക്ക് 100 വയസ്സായാൽ പോലും ഇതൊന്നും പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ എൻ്റെ റെൻറ്റ് ക്യാൻസൽ ചെയ്തേക്കെന്ന് പറഞ്ഞ് ബാഡ്സ് ദേഷ്യപ്പെടുന്നു. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാമെന്ന് അവൾ സമ്മതിക്കുന്നു. ലിസിൻ്റെ ഒക്കെ കുറേ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ഓഡിയൻസിന് പാട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ടൈമായി. ആദ്യ റിക്വസ്റ്റ് വന്ന സോങ് മുമ്പ് ബാഡ്സ് അവിടെ നിന്ന് വായിച്ചത് അവൾ അപ്പോൾ ഓർക്കുന്നു. കൈറോയ്ക്ക് ഇത് വായിക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പാടാം എന്ന് ലിസ് പറഞ്ഞപ്പോൾ കൈറോ അത് പിടിച്ചു വാങ്ങി നോക്കിയിട്ട് എനിക്കിതറിയാം എന്ന് പറഞ്ഞ് അവൻ ആ പാട്ട് പാടി തുടങ്ങുന്നു. ലിസിന് ബാഡ്സിനെ ഓർമ്മ വരുന്നുണ്ട്. പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ കൈറോ കാരണം കൂടുതൽ ടിപ്പ് കിട്ടി. കസ്റ്റമേഴ്സിന് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. ദിവസവും പെർഫോം ചെയ്യാൻ വന്നുകൂടെ എന്ന് ലിസിൻ്റെ ബാൻഡ് അംഗങ്ങൾ അവനോട് ചോദിക്കുന്നു. ലിസ് എതിർപ്പ് പറഞ്ഞെങ്കിലും കൈറോ സമ്മതിക്കുന്നു. അവരെ പറഞ്ഞയച്ചിട്ട് എന്നെ 10 ദിവസം റെന്റ് ചെയ്യുന്ന കാര്യം തീരുമാനിച്ചുകൂടെ എന്ന് കൈറോ ചോദിക്കുന്നു. ഇനി 9 ദിവസമേ ഉള്ളൂ, ഇന്ന് ആൾറെഡി റെന്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് അവൾ പറയുന്നു. കുറച്ച് സമയം കൂടി കൂടെ നിൽക്കാമെന്ന് അവൻ പറഞ്ഞെങ്കിലും ഇന്ന് ഇത്രയും മതി എന്ന് പറഞ്ഞ് അവൾ അവനെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നു. ബാഡ്സ് പറയുന്ന പോലെ ചെയ്യാമെന്ന് സ്മൈൽ സമ്മതിച്ചപ്പോൾ കൈറോയ്ക്ക് ക്ലബിലേക്ക് വരാൻ പറഞ്ഞ് മെസ്സേജ് അയക്കാൻ അവൻ അവളോട് പറയുന്നു. ഇങ്ങനെ അയച്ചാൽ മതിയോ എന്ന് ചോദിച്ച് സ്മൈൽ വരി പറഞ്ഞപ്പോൾ ഇതൊരുമാതിരി വല്യമ്മമാർ പറയുന്ന പോലെ ഉണ്ടല്ലോ, ഇത് കണ്ട് അവൻ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവൻ ഫോൺ വാങ്ങി ഇന്ന് രാത്രി ഫ്രീ ആണോ, ക്ലബിലേക്കൊന്ന് വരാമോ, എനിക്കൊരു കാര്യം പഠിക്കാൻ വേണ്ടിയാണ് എന്ന് ചോദിച്ച് കൈറോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചവൻ റിപ്ലൈ കൊടുക്കുന്നു. അതൊക്കെ വന്നിട്ട് പറയാമെന്ന് ബാഡ്സ് വീണ്ടും മെസ്സേജ് ചെയ്യുന്നു. എത്ര മണിക്ക് വരണം എന്ന് ചോദിച്ചപ്പോൾ 10 മണിക്ക് വന്നാൽ മതി, എനിക്കൊന്ന് പ്രിപ്പയർ ആവാനുണ്ട്, നീ എന്നെ കാണുമ്പോൾ ഞെട്ടും എന്ന് ബാഡ്സ് മെസ്സേജ് അയക്കുന്നു. അത്രയും ആയപ്പോഴേക്കും മതി എന്ന് പറഞ്ഞ് സ്മൈൽ ഫോൺ പിടിച്ച് വാങ്ങുന്നു. അവൻ വരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന് ചോദിച്ച് സ്മൈൽ എഴുന്നേറ്റപ്പോൾ ഇവിടെ ഇരിക്കുക, അതിനൊക്കെ സമയമുണ്ട്, ആദ്യം നിൻ്റെ ഈ ഡ്രസ്സൊന്ന് മാറ്റണം, നിനക്കുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാഡ്സ് ഒരു കവർ എടുത്ത് അവൾക്ക് നൽകുന്നു. അതിനുള്ളിലെ ഡ്രസ്സ് എടുത്ത് നോക്കിയിട്ട് നീ ശരിക്കും എന്നോട് ഇത് ഇടാൻ പറയുകയാണെന്ന് സ്മൈൽ അമ്പരപ്പോടെ ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.